അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ്, അൻസാറുകളിൽ ഈന്തപ്പനത്തോട്ടം ധാരാളമുള്ള സ്വഹാബത്തിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഈന്തപ്പനത്തോട്ടങ്ങളിൽ ഒരു തോട്ടമാണ് ബൈറുഹ എന്ന് പറയുന്ന തോട്ടം. അത് മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്താണ്. ആ തോട്ടമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടവും. അങ്ങനെ ഇരിക്കവെയാണ് പരിശുദ്ധമായ ആയത്തിറങ്ങുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും ഗുണത്തെ എത്തിക്കുകയില്ല എന്ന ആയത്തങ്ങിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ആയത്ത് ഞാൻ കേട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ചിലവഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമാണ് ബൈറുഹ എന്ന് പറയുന്ന തോട്ടം. അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, വഇന്നഹാ സദഖത്തുൽ ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഞാനിതാ സ്വതക്കയാക്കിയിരിക്കുന്നു, ധർമ്മം ചെയ്തിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈന്തപ്പനത്തോട്ടത്തിൽ പ്രവേശിക്കുകയും അവിടെ ഇരിക്കുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു തോട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ നല്ലത്, പക്ഷേ നീ ഇത് നിന്റെ അടുത്ത കുടുംബക്കാരിൽ വീതിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പരിഗണന മുൻപന്തിയിൽ കൊടുക്കേണ്ടത് തൻ്റെ കുടുംബക്കാർക്കാണ്. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും പ്രിയമുള്ളതും തന്നെ ധർമ്മം ചെയ്യുക. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇതിന് നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.